രുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ഇറാഖിലും സിറിയയിലും മുസ്ലിങ്ങൾ 1500 കൊല്ലമായി ഭരിക്കുകയാണ്. അവിടുത്തെ പാത്രീസ് ബാവായും മെത്രാന്മാരും 1500 കൊല്ലമായി സുഖമായോടെ താമസിക്കുകയാണ്. ഇവിടെ പാത്രീസ് ബാബയുടെ പള്ളി പോലീസിനെ ഉപയോഗിച്ച് പിടിക്കുന്നുണ്ട്. സിറിയയിലും ഇറാഖിലും പാത്രീസ് ബാബായും ഓർത്തഡോക്സുകാരും ക്രിസ്ത്യാനികളും ബിഷപ്പും ജനങ്ങളും സുഖമായി താമസിക്കുന്നു. എഫേസൂസിലെ പൗലോസ് അപ്പോസ്തലൻ താമസിച്ചിരുന്ന വീടും അദ്ദേഹം പാലിച്ചിരുന്ന പള്ളിയും സുഖമായി മുസ്ലിങ്ങൾ 1500 കൊല്ലമായി കാത്തുരക്ഷിക്കുന്നു. ഒരു കുഴപ്പവും അതിന് സംഭവിച്ചിട്ടില്ല. ഈജിപ്തിൽ ഒരു പാത്രീസ് ബാവായും 120 ബിഷപ്പന്മാരും 20% ജനങ്ങളും ക്രിസ്ത്യാനികളാണ്. കഴിഞ്ഞ 1500 വർഷമായി തുടർച്ചയായി മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഈജിപ്തിൽ ആ ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവരുടെ ഒരു പള്ളിയും തകർക്കപ്പെട്ടിട്ടില്ല. അവർ സുഖമായി അവർ താമസിക്കുന്നു. ഇസ്ലാം ചരിത്രത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു ഹറൂൺ അൽ റഷീദ്. ഹറൂൺ അൽ റഷീദിൻ്റെ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയാണ്. മെയിൻ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യൻസ് ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. മുസ്ലിങ്ങൾ 2 കോടി ചതുരശ്ര കിലോമീറ്റർ ഭരിച്ചു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും. ആ 2 കോടി ചതുരശ്ര കിലോമീറ്ററുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 2%. ബാക്കി 98% ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യാനികളുമാണ്, യഹൂദന്മാരാണ്. അവർ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രമാണ്. ഇസ്ലാം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ അക്ബർ ചക്രവർത്തി ഉണ്ടായി. അക്ബർ ചക്രവർത്തിയുടെ ഭാര്യ ജോധാബായി ഹിന്ദുവാണ്. ജോധാബായിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അക്ബർ ചക്രവർത്തി ഫത്തേപൂർ സിക്രിയിലെ തൻ്റെ വീടിനോട് ചേർന്ന്, കൊട്ടാരത്തോട് ചേർന്ന് ഒരു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണ്? ജോധാബായിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ജോധാബായി മുസ്ലിം ആവാൻ ഒരിക്കൽ പോലും അക്ബർ ആവശ്യപ്പെട്ടില്ല. ആ ഹിന്ദു സ്ത്രീ പ്രസവിച്ച മകൻ സലീം പിന്നീട് രാജാവായി. അക്ബർ ചക്രവർത്തിക്ക് മുസ്ലിം സ്ത്രീകളിൽ 3 മക്കളുണ്ടായിരുന്നു. അവരെ പിൻഗാമിയാക്കാമായിരുന്നു. ഷാജഹാൻ എത്തുമ്പോഴേക്കും ഷാജഹാൻ 90% ഹിന്ദുവാണ്. DNA ടെസ്റ്റ് ചെയ്താൽ 90% ഹിന്ദുവാണ്. 10% ഉള്ളൂ ഇസ്ലാമിക DNA ഷാജഹാൻ. അക്ബർ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് ധനകാര്യമന്ത്രി ആരാണ്? രാജാ തോണ്ടർമാൽ, ഒരു വൈശ്യൻ. അക്ബറിൻ്റെ സേനാനായകൻ ആരാണ്? രാജാ മാൻസിംഗ്, ഒരു രജപുത്രൻ. അക്ബറുടെ മന്ത്രിസഭയിലെ 12 പേരിൽ 10 പേരും ഹിന്ദുക്കളാണ്. 2 മന്ത്രിമാരേ ഉള്ളൂ മുസ്ലിങ്ങൾ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ട ഒരു മനുഷ്യൻ ഔറംഗസീബാണ്. ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഉണ്ടാക്കിയതിന് ഔറംഗസീബിനെതിരെയുള്ള ദുരാരോപണങ്ങൾ. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? രാജാ തേജ് ബഹാദൂർ, ഹിന്ദുവാണ്. ഔറംഗസീബിൻ്റെ മന്ത്രിസഭയിലെ 12 പേരിൽ 9 പേരും ഹിന്ദുക്കളാണ്. ഔറംഗസീബിൻ്റെ സൈന്യത്തിലെ 90% ഹിന്ദുക്കളാണ്. ഔറംഗസീബ് ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രം പൊളിക്കാൻ പറഞ്ഞാൽ ആ സൈന്യം ഔറംഗസീബിനെ വെട്ടിക്കൊന്നതിനായിരുന്നു. കാര്യം സൈന്യം 90% ഹിന്ദുക്കളായിരുന്നു. ഔറംഗസീബിൻ്റെ സൈന്യം. ഔറംഗസീബിൻ്റെ ഭരണം 1707 അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 1% ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ. 1%. 500 കൊല്ലം ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങൾക്ക് ബലം പ്രയോഗിച്ച് മതം വളർത്താനാണെങ്കിൽ മതം വളർത്തിക്കൂടായിരുന്നു. അവർ ചെയ്തില്ല. 700 കൊല്ലം ഗുജറാത്ത് ഭരിച്ചു അഹമ്മദ് സുൽത്താൻമാർ.
700 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 6%. ഇതാണ് ചരിത്രം. മുസ്ലിങ്ങൾ വാളുകൊണ്ടും മരം വളർത്തിയെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേരുദോഷം കെട്ടിയ ഒരു മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ. ഉള്ള കള്ളങ്ങളെല്ലാം അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ടിപ്പു സുൽത്താൻ്റെ പ്രധാന ഭാര്യ വടകരക്കാരി ഉണ്ണിച്ചാറായ എന്ന ഒരു നായർ സ്ത്രീയാണ്. ആ ഉണ്ണിച്ചാറയോട് ഒരിക്കൽ പോലും ഇസ്ലാമാവാൻ ടിപ്പു സുൽത്താൻ പറഞ്ഞില്ല. ശ്രീരംഗപട്ടണത്തെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു ക്ഷേത്രം പണിഞ്ഞു ടിപ്പു സുൽത്താൻ. എന്തിനാണ്? ഭാര്യ ഉണ്ണിച്ചാറയ്ക്ക് പോകാൻ. ഉണ്ണിച്ചാറ മുസ്ലിമായില്ല. ടിപ്പുവിൻ്റെ മരണശേഷവും ഉണ്ണിച്ചാറ ഹിന്ദുവായി തുടർന്നു. ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ ബ്രാഹ്മണനായിരുന്നു. ടിപ്പുവിൻ്റെ മന്ത്രിസഭയിലെ 12 പേരിൽ 9 പേരും ഹിന്ദുക്കളായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശ്ന ചക്രവർത്തി കൃഷ്ണദേവരായക്ക് ഒരു മോളുണ്ടായിരുന്നു. മോളെ കല്യാണം കഴിച്ച ആരാണ്? ബീഹാറിലെ മുസ്ലിം സുൽത്താൻ്റെ മകൻ കൃഷ്ണദേവരാണ് മോളെ കല്യാണം കഴിച്ചത്. ഈ മകൻ ഭാര്യയുടെ കൂടെ വരുമ്പോൾ ഈ മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൃഷ്ണദേവരായ കൊട്ടാരത്തോട് ചേർന്നൊരു മോസ്ക് വെച്ചു കൊടുത്തു. ഈ മോളെ കെട്ടിയ മരുമോൻ മുസ്ലിം വരുമ്പോൾ ആരും എന്നെ ലൗലിഹാവെന്നും വിളിച്ചില്ല കേട്ടോ. സുഖമായിട്ട് വന്ന് താമസിച്ചു. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. AD 637 ഖാലിഫ ഉമർ ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ ഖാലിഫ ഉമർ അവിടുത്തെ ക്രിസ്ത്യാനിയായ ബിഷപ്പിനോട് ചോദിച്ചു, സലോമോൻ രാജാവ് പണിഞ്ഞൊരു പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ടല്ലോ, അത് എവിടെയാണ്? അത് പറഞ്ഞ് ഈ മലയുടെ മുകളിലാന്ന് പറഞ്ഞു. ഖാലിഫ ഉമർ നടന്ന് മലമുകളിലെത്തിയപ്പം ക്രിസ്ത്യാനികൾ അതിനെ ഒരു വേസ്റ്റ് ഡമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഈ സലോമോൻ്റെ ദേവാലയം. ഖാലിഫ ഉമർ പറഞ്ഞു, ഇത് ശരിയല്ല, നമുക്കിത് പുതുക്കി പണിയണം. ഖാലിഫ ഉമറും പട്ടാളക്കാരുടെ കൂടി ആ മുസ്ലിം യഹൂദന്മാരുടെ സിനഗോഗിനകത്തുനിന്ന് വേസ്റ്റ് എല്ലാം പറക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖാലിഫ ഉമറും തുണിയൊക്കെ ചുറ്റിക്കെട്ടി ഈ വേസ്റ്റ് മാറ്റാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വാങ്ക് വിളിച്ചപ്പോൾ ഖാലിഫ ഉമർ പറഞ്ഞു, ഞാൻ താഴെ പോയി നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ ക്രിസ്ത്യാനിയായ ബിഷപ്പ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ അങ്ങ് നിസ്കരിച്ചൂടെ? ഖാലിഫ ഉമർ പറഞ്ഞത് ശരിയല്ല, ഞാനിവിടെ നിസ്കരിച്ചാൽ നാളെ മുസ്ലിങ്ങൾ പറയും ഖാലിഫ നിസ്കരിച്ച സ്ഥലം ഇത് മുസ്ലിം മോസ്ക് ആവണമെന്ന് പറയും. അതുകൊണ്ട് ഞാനിവിടെ നിസ്കരിക്കുന്നില്ല. അദ്ദേഹം ഇറങ്ങി താഴെ പോയി നിസ്കരിച്ചിട്ട് മടങ്ങി വന്നു. ഖാലിഫ താഴെ പോയി നിസ്കരിച്ച സ്ഥലമാണ് ദ ഡോം മോസ്ക് എന്നറിയപ്പെടുന്ന ജെറുസലേമിലെ പ്രസിദ്ധമായ മോസ്ക്. ഖാലിഫ ഉമർ ആ സിനഗോഗ് പുതുക്കി പണിഞ്ഞു കൊടുത്തു. യഹൂദന്മാർക്ക് വേണ്ടി സിനഗോഗ് പുതുക്കി പണിഞ്ഞു കൊടുത്തു. അവർക്ക് സമ്പത്ത് കൊടുത്തു അവിടെ താമസിക്കാനായിട്ട്. അതാണ് ഖാലിഫ ഉമർ ചെയ്തത്. അത് ക്രിസ്ത്യാനികൾ പിന്നെ പോയി അടിച്ച് തകർത്തു. മുസ്ലിങ്ങളുടെ മോസ്ക് 1995 അടിച്ച് തകർത്തു. ബാഗ്ദാദ് പട്ടണത്തിന് നടുക്ക് ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ജംഗ്ഷനിൽ പള്ളി പണിയണം. ആ സ്ത്രീയോട് വസ്തു വിൽക്കുന്നോന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ് വസ്തു വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ കളക്ടർ, തുല്യനായ മനുഷ്യൻ, വസ്തുവിൻ്റെ വിലയുടെ 3 ഇരട്ടി കൊടുത്തിട്ട് വസ്തു കയ്യേറി ഒരു മോസ്ക് പണിയാൻ തുടങ്ങി. ആ സ്ത്രീ വന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു ഖാലിഫ ഉമറിനോട്, എൻ്റെ വീട് ഇങ്ങനെ പൊളിച്ചിട്ട് പണിയാൻ പോകുന്നു. ഖാലിഫ ഉമർ കളക്ടറെ എല്ലാം വിളിച്ചു. ഈ സ്ത്രീ പറഞ്ഞ സത്യമാണെന്ന് വെച്ചു. അതെ, സത്യമാണ്, പക്ഷേ വസ്തുവിൻ്റെ 3 ഇരട്ടി കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഖാലിഫ ഉമർ പറഞ്ഞു, ഒരു സ്ത്രീയുടെയും കണ്ണുനീർ വീഴുന്ന സ്ഥലം ഒരു ദേവാലയം പണിയാൻ കൊള്ളുകയില്ല. സ്ത്രീയുടെ കണ്ണുനീർ തീപ്പൊരിയാണ്, അത് വീഴുന്ന സ്ഥലം ദഹിച്ചു പോകും. എന്നിട്ട് ആ വിധവ സ്ത്രീക്ക്, ക്രിസ്ത്യാനായ വിധവ സ്ത്രീക്ക് ആ വീട് പുതുക്കി പണിഞ്ഞു കൊടുത്തു. ആ സ്ത്രീയുടെ കൊച്ചുമക്കളുടെ മക്കളിൽപ്പെട്ട ആളാണ് സദാം ഹുസൈൻ, ഇറാഖ് ഭരിക്കും ഇറാഖിൻ്റെ പ്രധാനമന്ത്രി. നിങ്ങൾ പേര് കേട്ടാൽ വിചാരിക്കും മുസ്ലിമാണെന്ന്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി ഒരു ക്രിസ്ത്യാനിയാണ്. ഈ വിധവ സ്ത്രീയുടെ സന്തതി പരമ്പര. ഇതാണ് ഇസ്ലാം ലോകത്തിനെ പഠിപ്പിച്ച മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം. ഫെർഡിനാൻഡ് ഇസബെല്ല
മുസ്ലിങ്ങളെ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. 2 ലക്ഷം പേരെ. ഓട്ടോമാൻ തുർക്കികളുടെ സുൽത്താൻ അവരെ വിളിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യും, ജെറുസലേമിലേക്ക് വരിക, നിങ്ങളും ഞങ്ങളും ഒരേ ഇബ്രാഹിം നബിയുടെ മക്കളാണ്. നിങ്ങൾ ഇസ്ഹാക്കിൻ്റെ സന്തതി പരമ്പര, ഞങ്ങൾ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പര. ഓട്ടോമാൻ സുൽത്താൻ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം, കുതിര, ആഹാരം ഒക്കെ കൊടുത്തയച്ച് അവരെ ജെറുസലേമിൽ കൊണ്ടുവന്നു താമസിപ്പിച്ചു. 2 ലക്ഷം പേരെ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്തു സ്പെയിനിൽ. നെപ്പോളിയൻ്റെ കാലത്ത് ഒരു 5 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. തുർക്കിയിലെ സുൽത്താൻ എന്ത് ചെയ്തു? അദ്ദേഹം ഫ്രാൻസിൽ ആളുകളെ അയച്ച് ആ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്ന യഹൂദന്മാരെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിപ്പിച്ചു. ഹിറ്റ്ലർ 60 ലക്ഷം പേരെ കൊന്നു, യഹൂദന്മാരെ കൊന്നു. തുർക്കിയിലെ സുൽത്താൻ അവിടെ ആളയച്ച് അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിച്ച് യഹൂദന്മാർക്ക് വസ്തു കൊടുത്ത്, യഹൂദന്മാർക്ക് വീട് വെച്ച് കൊടുത്ത്, യഹൂദന്മാർക്ക് ആഹാരം കൊടുത്ത് താമസിപ്പിച്ചു. ആ നന്ദികെട്ട യഹൂദൻ അവനെ കൂട്ടക്കൊല ചെയ്ത ക്രിസ്ത്യാനികളുടെ അമേരിക്കക്കാരുടെ ആയുധം വാങ്ങിച്ചിട്ട് ഈ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാണ്. അവർക്ക് താമസസ്ഥലവും ചോറും കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ച ഈ മുസ്ലിമിനെയാണ് ഇപ്പോൾ അവൻ്റെ ശത്രു നമ്പർ 1. അവൻ്റെ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി നിസ്കരിക്കാൻ താഴെ പോയി സൃഷ്ടിച്ച ഡോം മോസ്കിനകത്ത് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രി കയറി അവിടെ അശുദ്ധമാക്കി. ഇതാണ് ചരിത്രത്തിൽ നന്ദി കേട് എന്ന് പറയുന്നത്. നിങ്ങൾ ചില പ്രസംഗം കേട്ടിട്ടുണ്ടാവും, ഇസ്രായേൽ ഇത്തോക്കോട്ട് ജയിച്ച് ജെറുസലേമിൻ്റെ മുകളിൽ സിനഗോഗ് പണിഞ്ഞാൽ യേശുക്രിസ്തു 2ാം വരവ് വരുമെന്ന്. ഞാൻ പറഞ്ഞു, ആ വരുന്നത് യേശുക്രിസ്തു അല്ല, സാത്താനായിരിക്കും വരുന്നത്. ഹവ്വായെ പരീക്ഷിച്ച, യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച സാത്താൻ. കാര്യം ഈ കൂട്ടക്കൊലയും രക്തം ചൊരിച്ചലും യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ള സാധനമല്ല. ഈ കൂട്ടക്കൊലയും രക്തക്കൊരിച്ചിലിന് ശേഷം യേശു അല്ല 2ാം വരവ് വരുന്നത്, സാത്താനായിരിക്കണം. വേറൊരു കള്ളക്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാഫർമാരെ കൊല്ലാൻ പ്രവാചകൻ പറഞ്ഞു എന്നാണ്. പ്രവാചകൻ്റെ ക്യാമ്പിൽ കയറി പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പം ശത്രുക്കളെ പരാജയപ്പെടുത്താനും കൊല്ലാനും പറഞ്ഞു. അത് ഇന്ത്യയുടെ ആർമി ജനറൽ പാകിസ്ഥാനോട് വേറെ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ സൈന്യത്തോട് പറയും ശത്രുക്കളെ കൊല്ലാൻ. അതാ പറഞ്ഞത്. അതിനെ കാഫർ എന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരു വ്യാഖ്യാനം കേട്ടിരിക്കുകയാണ്. പൈസ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തന്നെയല്ല, കാഫർ എന്ന വാക്കിനകത്ത് യഹൂദനും ക്രിസ്ത്യാനിയും വരുന്നില്ല. യഹൂദനെയും ക്രിസ്ത്യാനികളെയും പൈസ പ്രവാചകനെ വിളിച്ചത് കുത്ബ പീപ്പിൾ, പഴയ നിയമം. ക്രിസ്ത്യാനികൾക്ക് പഴയ നിയമമെന്നും യഹൂദന്മാർ തോറ എന്നും മുസ്ലിങ്ങൾ തൗറാത്ത് എന്ന് വിളിക്കുന്ന ഒരേ പുസ്തകമാണ്. ക്രിസ്ത്യാനികൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇഞ്ചിലാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗമായതുകൊണ്ട് പ്രവാചകനെ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും വിളിച്ചത് കുത്ബ പീപ്പിൾ, പീപ്പിൾ ഓഫ് ദ ബുക്ക്, ഒരേ പുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ. അവർ കാഫറിൽ പെടുന്നില്ല. പ്രവാചകൻ ജനിച്ചു വളരുന്ന കാലത്ത് സ്ത്രീകൾ ഭയങ്കരമായ കഷ്ടപ്പാട്ടിൽ അനുഭവിച്ചിരുന്നു. റോമ സാമ്രാജ്യം ഉണ്ടാക്കിയ ജനതയുടെ പേര് എസ്ട്രൂക്കൻസ് എന്നാണ്. എസ്ട്രൂക്കൻസിനിടയിലെ ഒരു സ്ത്രീക്കും വസ്ത്രം ധരിക്കാൻ ഒക്കെയില്ല. 95% നഗ്നരായി നടന്നു. ലോകത്തിൽ സ്ത്രീകൾ ഭരിക്കുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, ആമസോണിയൻസ്. ആമസോണിയൻസിലെ രാജ്ഞി ഉൾപ്പെടെ നൂൽ വസ്ത്രമില്ല. യോനിയോട് മാത്രം ഒന്നും മറക്കാൻ പറ്റും, വേറെ ഒന്നും മറക്കാൻ പറ്റിയല്ല. ഗ്രീസിലെ സ്പാർട്ട, ഏതൻസ്, അവിടെ രാവിലെ എല്ലാവരും PT വരണം, എക്സസൈസ് ഇറക്കാൻ വരണം. സ്ത്രീകൾ ഉൾപ്പെടെ ഒരെണ്ണത്തിന് നൂൽ വസ്ത്രം ഇടാൻ പറ്റിയല്ല. സ്പാർട്ടയിലെ ഏതൻസിലെയും രാവിലത്തെ PT, പോലീസിൻ്റെ PT പരടുമില്ലേ, അതുപോലെ PT ചെയ്യാൻ വരും. സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റിയല്ല. ലോകമെങ്ങും സ്ത്രീകൾ ഈ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു. അറബി ദേശത്തെ 365 ദേവന്മാർക്ക് പൂജ അർപ്പിക്കുമ്പോൾ അവിടെ വരുന്ന സ്ത്രീ വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്തിനു പറയുന്നു, കേരളത്തിൽ 100 കൊല്ലം മുമ്പ് മാറുമറക്കൽ സമരം നടന്നു. ആദ്യം പ്രസിദ്ധമായ ചാന്നാർ ലഹള നടന്നു. ഈഴവരുടെ നേതൃത്വത്തിൽ ചാന്നാർ ലഹള നടന്നു. എന്തിനാണ്? മാറുമറയ്ക്കാനുള്ള അവകാശം. 1920 4 സ്ത്രീകൾ മാറുമറയ്ക്കാതെ ക്ഷേത്രത്തിൽ കയറാൻ ചെന്നു.
സ്ത്രീകൾ വന്നു നാം മാറ് വലിച്ചു പറിച്ചു. ഇതിനാണ് ഈ മാറും കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മാറ് നെഞ്ചത്ത് കൊണ്ടു നടക്കുന്നതിന് മുലക്കരം അടയ്ക്കണം. ഒരു പുരുഷന് 3 ഭാര്യമാരുണ്ടെങ്കിൽ 6 മുലക്കരം അടയ്ക്കണം. മനുഷ്യന് മുല കൊടുത്ത് മക്കളെ വളർത്തുന്നൊരു അമ്മ ആ മുല കൊടുക്കാനുള്ള മുല കൊണ്ടു നടക്കുന്നതിന് കരമടയ്ക്കണം. അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. പരസ്യപ്രവാചകൻ പറഞ്ഞു, കണ്ണുകളും കാൽപാദം ഒഴിച്ച് ബാക്കി മുഴുവൻ ശരീരവും നിങ്ങൾക്ക് മറയ്ക്കാം. പർദ്ദ ഇട്ടിട്ട് അങ്ങോട്ട് മറച്ചു കൊടുത്തു. ടിപ്പു സുൽത്താൻ സൈന്യവുമായി മലപ്പുറം വഴി പാസ് ചെയ്യാണ്. അപ്പോൾ ഈ മാറ് മറക്കാതെ സ്ത്രീകൾ നടക്കുകയാണ്. പട്ടാളക്കാരില്ലേ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകളുടെ മാറക്കറി പിടിക്കാൻ തുടങ്ങി. അത് ടിപ്പുവിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. ടിപ്പു പറഞ്ഞു, മുഴുവൻ സ്ത്രീകൾ മാറ മറച്ചോളാൻ പറഞ്ഞു. മാറ മറച്ച സ്ത്രീകളെ മുഴുവൻ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കി. സ്ത്രീകളെന്ത് ചെയ്തു? അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിൽ ഇസ്ലാം വളരുന്ന പ്രധാന കാരണങ്ങളൊന്നും ഈ ഒരു നിയമമായിരുന്നു. അങ്ങനെ മാറ് മറക്കാൻ അവകാശ സ്ഥലത്തിൻ്റെ പേരിപ്പോൾ മാറ് ചേർത്തിട്ടാണ് മലപ്പുറത്തെ സ്ഥലത്തിൻ്റെ പേര്. ടിപ്പു സുൽത്താൻ മാറ് മറക്കാൻ പറഞ്ഞ സ്ഥലം ഇപ്പോൾ മാറ് എന്ന പേര് ചേർത്തിട്ട് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ പ്രവാചകൻ ചെയ്തത് അത്ഭുതകരമായൊരു നിയമമായിരുന്നു. സ്ത്രീകൾക്ക് ശരീരം മറയ്ക്കാൻ അവകാശം കൊടുത്തു. സ്ത്രീകൾ ഈ മരുഭൂമി കൂടെ നടക്കുമ്പോൾ കാറ്റടിച്ച് ഈ മണൽ തരികൾ ഇങ്ങനെ സ്ത്രീകളുടെ തലമുടി കടയിൽ കയറും. കേരളത്തിൽ നമുക്ക് കുളിക്കാം, വെള്ളമുണ്ട്. മരുഭൂമി വെള്ളമുണ്ടോ? ഇല്ല. അപ്പോൾ സ്ത്രീകൾ വല്ലയിടത്തും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ ചീപ്പെടുത്ത് വെച്ച് 2 മണിക്കൂർ പണിയാണ് ഈ തലമുടി കിടക്കുന്ന ഈ മണ്ണും മണലും മാറ്റുക എന്ന് പറയുന്നത്. ഭയങ്കര പണിയാണ്. പുരുഷന്മാർ സ്ത്രീയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഈ തലമുടി സൗന്ദര്യം ഉണ്ടാക്കുന്നത്. കറത്തിരേണ്ട ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ഈ തലമുടി. അതുകൊണ്ട് വല്ല സൗന്ദര്യം ഏതെങ്കിലും സ്ത്രീക്ക് ഉണ്ടാവുമോ? ഒരു സൗന്ദര്യമില്ല. എന്തിനാണ് ഈ പുരുഷന്മാർ സ്ത്രീയെ കൊണ്ട് തലമുടി വളർത്തിച്ചത്? അത് അനുസരണം കെട്ട സ്ത്രീകളെ അനുസരിപ്പിക്കാൻ വേണ്ടിയാണ്. ദുശാസനൻ പാഞ്ചാലി വരട്ടി നോക്കി, ഒരുതപ്പെട്ട വരട്ടൊന്നും പറ്റിയില്ല. ദുശാസനൻ കയറി പാഞ്ചാലിയുടെ തലമുടി കയറി പിടിച്ചു. പിന്നെ പാഞ്ചാലി കീഴടങ്ങിപ്പോയി. അപ്പോൾ അനുസരണമില്ലാത്ത ഭാര്യയെ അനുസരിപ്പിക്കാൻ വേണ്ടി പുരുഷൻ ബോധപൂർവ്വം ഉണ്ടാക്കിയൊരു കള്ളമാണ്, നിൻ്റെ തലമുടി നീട്ടി വളർത്തിയാൽ നിനക്ക് സൗന്ദര്യം ഉണ്ടാവുമെന്ന്. എണ്ണക്കം നീലബൃങ്കാതി എണ്ണയ്ക്കൊക്കെ നല്ല സെയിൽസാണ്. എനിക്കാണ് ഈ കുന്തം 21 ദിവസം വളർന്നാൽ പിന്നെ എൻ്റെയൊക്കെ അപ്പോഴേ പനി വരും. അപ്പോൾ 3 ആഴ്ച കൊടുക്കുമ്പോൾ തലമുടി വെട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയും ഈശ്വരൻ ഇതുവരെ കേൾക്കാത്തൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ തലയും വളരുന്ന ഈ മുഴുവൻ തലമുടി എൻ്റെ ഭാര്യയുടെ തലയില്ലെങ്കിൽ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നോക്കി. ഒരു രക്ഷയില്ല, ഇത് രക്ഷയില്ല. അപ്പോൾ ഈ തലമുടി സ്ത്രീകൾക്ക് ദുരിതം ഉണ്ടാക്കുന്ന ഒന്നാണ്, വേസ്റ്റ് പ്രൊഡക്റ്റാണ് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. പ്രവാചകൻ ഒറ്റ ഉത്തരവിട്ടു, സ്ത്രീകൾക്ക് അവരുടെ തല മറയ്ക്കാം. തുണി കൊണ്ട് തല അങ്ങ് മറച്ചു. അപ്പോൾ മരുഭൂമി കിட்ட നടന്നു പോകുമ്പോൾ ഈ മണൽക്കാറ്റിൽ വന്ന് തലമുടി കയറി പിന്നെ 2 മണിക്കൂറും തലമുടി ചെയ്യുന്ന പരിപാടി ഇന്ന് സ്ത്രീകൾ ഒഴിവായി. കേശാലങ്കാരത്തിന് സ്ത്രീകൾ പണം ചെലവാക്കേണ്ട ആവശ്യമില്ല. കാർകൂന്തലിനെ വിവരിക്കാത്ത കവികൾ ലോകസാഹിത്യത്തിൽ എവിടെയുണ്ടോ? അറബി ഭാഷയിൽ കാർകൂന്തലിനെ വിവരിക്കുന്ന ഒരു കവിയില്ല. കാര്യം കാർകൂന്തലില്ല. കാർകൂന്തൽ മറക്കപ്പെട്ടു. പ്രവാചകൻ്റെ അത്ഭുതകരമായ വിപ്ലവം. ലോകത്തെവിടെയും പെൺകുട്ടികൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൻ സ്വത്ത് വീതിക്കുമ്പം അമ്മക്കൊക്കെ മാത്രമുള്ളതായിരുന്നു സ്വത്ത്. പരസ്യപ്രവാചകൻ നിയമം ഉണ്ടാക്കി. ആൺകുട്ടികൾക്ക് എത്ര സ്വത്ത് കിട്ടുമോ അതിൻ്റെ പകുതി പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, പകുതിയല്ലേ കൊടുത്തുള്ളൂ എന്ന്. പക്ഷേ അന്ന് വരെ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശമേ ഇല്ല. പ്രവാചകൻ പെൺകുട്ടികൾക്ക് പകുതി സ്വത്ത് കൊടുക്കാൻ പോകും. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ പരിപാടി കാണിച്ചു. ലോകമെങ്ങും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് സ്ഥിരം പോയി. പ്രവാചകൻ പറഞ്ഞു, അന്തപ്പണി നടക്കില്ല. പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ പുരുഷൻ അങ്ങോട്ട് മോഹർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചോണം. മോഹർ കൊടുത്തിട്ട് കഴിയണം. ലോകത്ത് എല്ലായിടത്തും സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് പണം പോയി. അറബി ദേശത്ത് കല്യാണം കഴിക്കുമ്പോൾ പുരുഷൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീയുടെ വീട്ടിലോട്ട് പണം പോയി. അപ്പോൾ സ്വത്ത് വീതം പകുതി സ്വത്തപ്പൻ്റെ നിന്ന് കിട്ടും, കല്യാണം കഴിക്കുമ്പോൾ മൊഹറും കൂടെ കിട്ടും. ഇത് രണ്ടും കൂടെ കിട്ടുമ്പം ആൺകുട്ടിയൊക്കെ കൂടുതൽ സ്വത്ത് പെൺകുട്ടിക്കായി. വിപ്ലവകരമായ മാറ്റമാണ്. കേരളത്തിൽ മാത്രം
പ്രവാചകനേക്കാൾ ബുദ്ധിയുള്ള ചില മുസ്ലിമുണ്ട്. അങ്ങോട്ട് 1 ലക്ഷം രൂപ മഹർ കൊടുക്കും, ഇങ്ങോട്ട് 5 ലക്ഷം രൂപ സ്ത്രീധനമായി. ഇത്രയും ബുദ്ധി മുസ്ലിമിനുണ്ടാവുന്ന പ്രവാചകൻ അന്ന് മനസ്സിലായില്ല. എങ്കിൽ അദ്ദേഹം അതിന് ബ്ലോക്ക് ഇട്ടേനായിരുന്നു. അറബ് ദേശത്തൊരു 10 പെൺകുട്ടിയുള്ളൊരു അമ്മയുണ്ടല്ലോ, അവൾ കോടീശ്വരിയാണ്. 10 മൊഹർ ഇങ്ങോട്ട് വരുന്നത്. തന്നെയുമല്ല, ലോകമെങ്ങും സ്ത്രീ ജന്മം പാപജന്മമായിരുന്നു. പ്രവാചകൻ ഉത്തരവിട്ടു, ഒരു പെൺകുട്ടിയെ വളർത്തി നല്ല കന്യകയാക്കി ഒരു പുരുഷനെ ഏൽപ്പിച്ചാൽ സ്വർഗം കിട്ടുന്ന പുണ്യമാണ്. അപ്പനമ്മയ്ക്ക് സ്വർഗം കിട്ടും. ഞാനെൻ്റെ ഭാര്യയെ വിളിച്ചൊരിക്കൽ ഖുറാൻ തുറന്ന് വായിച്ച് കേൾപ്പിച്ചു. നമ്മൾ രണ്ടുപേരും സ്വർഗത്തിൽ പോകും. ഭാര്യ ചോദിച്ചു, അതെങ്ങനെയാണ്? അല്ല, നമുക്ക് 3 പെൺമക്കളല്ലായിരുന്നോ? നമ്മൾ 3 മക്കളെ വളർത്തി നല്ല നല്ല കല്യാണം കഴിച്ച് അയപ്പിച്ചില്ലേ? കൊണ്ട് പരിസര പ്രവാചകൻ പറഞ്ഞിട്ട് നമ്മുടെ കിടന്ന് സ്വർഗം കിട്ടുമെന്ന്. അപ്പോൾ ഭാര്യ ചിരിയോടെ ചിരി. പക്ഷേ സ്ത്രീ ജന്മം പുണ്യജന്മമാണെന്നും ഒരു പെൺകുട്ടിയെ വളർത്തി നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അത് സ്വർഗം കിട്ടുന്നതാണെന്നും ലോകത്തിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകനല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. സ്ത്രീ ജന്മം പുണ്യജന്മമാക്കി അവൾക്ക് മഹർ കിട്ടുന്ന സിസ്റ്റം ഉണ്ടാക്കി. ലോകത്ത് മറ്റൊരു സ്ഥലത്ത് പിതൃസ്വത്തവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മകൻ, അമ്മ വളർത്തിയൊരു മകൻ മരിച്ചാൽ പിന്നെ ആ അമ്മയുണ്ടല്ലോ, മരുമോടെ ദാസിയാണ് ലോകം മുഴുവൻ. പ്രവാചകൻ പറഞ്ഞു, അമ്മ ജീവിച്ചിരിക്കുമ്പോഴൊരു മകൻ മരിച്ചാൽ ആ മകൻ്റെ സ്വത്തിൻ്റെ 1/6 അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ മകൻ മരിച്ചാൽ അമ്മ മരുമോടെ ദാസിയല്ല, ആ മോൻ്റെ സ്വത്തിന് 1/6 കൈ കിട്ടും. അതുപയോഗിച്ച് ആ അമ്മയ്ക്ക് ശിഷ്ടകാലം ജീവിതമായി നയിക്കാം. മറ്റ് സമൂഹങ്ങളിൽ പിതൃസ്വത്തവകാശം ഉണ്ടായിരുന്നു. പ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം. ലോകത്ത് വേറൊരിടത്തും ഇല്ല. പ്രവാചകൻ കൊടുത്താണ് പുത്രസ്വത്തവകാശം. തന്നെയല്ല, സ്വത്ത് വീതിക്കേണ്ടത് എങ്ങനെയെന്ന് വിശാലമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു തർക്കം ഉണ്ടാകത്തില്ലാണ് സ്വത്ത് വിഭജിക്കുക എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായി അമ്മമാരെ രക്ഷിച്ചു, പെൺകുട്ടികളെ രക്ഷിച്ചു, പെൺമക്കളെ വളർത്തുന്ന അച്ഛനമ്മയ്ക്കും സ്വർഗം കൊടുത്തു വാഗ്ദാനം ചെയ്തു. ലോകമെങ്ങും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചാൽ ആ വിധവ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, വിധവ സ്ത്രീകൾ റോഡിലിറങ്ങാൻ പാടില്ല, വിധവ സ്ത്രീകൾ പുരുഷന്മാരുടെ സ്ഥലത്ത് പോകാൻ പാടില്ല. പുരോഹിതൻ ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു വിധവ സ്ത്രീയെ കണ്ടാൽ പിന്നെ അവൻ ജെറുസലേം ദേവാലയത്തിൽ പൂജ ചെയ്യാനൊക്കെ ഇല്ല. വിധവ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്. ഇന്ത്യയിൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിലോട്ട് ആ സ്ത്രീ എടുത്ത് ചാടണം, തീ വെന്ത് ചാവണം. അന്ന് സൈനയോടൊന്നും ഇല്ല ഉണ്ടായിരുന്ന, അത് തിന്നെ സ്ത്രീകൾ രക്ഷോട്ട് തന്നെയായിരുന്നു. തീക്കാത്ത ചാടി വെന്ത് ചാവണം. ഇനി ഭാര്യ ചാടിയില്ലേലോ, പുരുഷന്മാർ വന്ന് പിടിച്ച് വലിച്ചഴിച്ച് തീക്കാത്തോണ്ടിടും. ഭർത്താവും ഭാര്യയും ചത്തു കഴിയുമ്പം മക്കൾ അനാഥരായി. അവരുടെ സ്വത്ത് അപ്പൻ്റെ സഹോദരങ്ങളെ പിടിച്ചെടുത്തോണ്ടെങ്കിൽ പോകും. പിള്ളേർ അനാഥം. പരിശുദ്ധ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? വിധവ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്തു. അതിൻ്റെ ഭാഗമായി പ്രവാചകൻ 8 വിവാഹം കഴിച്ചപ്പോൾ 7 പേരും വിധവകളായിരുന്നു. ആദ്യ ഭാര്യ ഖദീജ 2 തവണ വിവാഹം കഴിച്ച് 2 ഭർത്താക്കന്മാർ മരിച്ച ഒരു സ്ത്രീയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അവളെ അടുക്കുകയൊരു മനുഷ്യൻ. 2 ഭർത്താവ് മരിച്ച സ്ത്രീയെ ഇന്ത്യയിലായാലും കല്യാണം കഴിക്കുമോ? ചൊവ്വാദോഷമുള്ള സ്ത്രീ എന്ന് പറയത്തില്ല അപ്പോഴേ. പക്ഷേ 2 ഭർത്താക്കന്മാർ മരിച്ച വിധവയെ പ്രവാചകൻ വിവാഹം കഴിച്ചു. പിന്നെ വിവാഹം കഴിച്ചാൽ ഐഷ ഒഴിച്ച് ബാക്കി 7 പേരും വിധവ സ്ത്രീകളായിരുന്നു. 68 വയസ്സോ 58 വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്നത് മറ്റാവശ്യത്തിനല്ലല്ലോ, വിധവയ്ക്കൊരു സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയാണ്. വിധവ സ്ത്രീകൾക്ക് പ്രവാചകൻ സ്റ്റാറ്റസ് കൊടുക്കും. പക്ഷേ ബദർ യുദ്ധവും ഉഹൂദ് യുദ്ധവും കണ്ടക് യുദ്ധം കഴിഞ്ഞോടുകൂടി ഖുറൈശികളുടെ കൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു, സ്ത്രീകളുടെ എണ്ണം കൂടുതൽ. ഇനി ഉള്ള പുരുഷന്മാർക്ക് തന്നെ ലൈംഗിക വീഴ്ചയ്ക്ക് കഴിവില്ലാത്ത ഇമ്പോർട്ടൻ്റായ പുരുഷൻ കല്യാണം കഴിക്കാൻ പറ്റിയല്ലോ. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കല്യാണം കഴിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് പെൺകുട്ടികൾ ജനിച്ചാൽ പെൺകുട്ടിയും കൊണ്ട് നേരെ കൊണ്ടുപോയി മരുഭൂമി മണ്ണങ്ങോട്ട് മാറ്റി ജീവനോടൊന്ന് കുഴിച്ചിട്ട് കൊല്ലും. പ്രവാചകന് മനസ്സിലായി ഇത് ശരിയല്ല. പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് 4 സ്ത്രീകളെ ഒരു വിവാഹം കഴിക്കാം.
5 കണ്ടീഷനുണ്ട്, വെറുതെ അല്ല, 5 കണ്ടീഷൻ പാലിച്ചിരിക്കണം. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ 4-ാമത്തെ സൂറത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഏക ഭാര്യയാണ് ഉത്തമം. 4 പേരെ കെട്ടാം, പക്ഷേ ഏക ഭാര്യയാണ് ഉത്തമം. അതുകൊണ്ട് എന്ത് പറ്റി? അവിവാഹിതരായ സ്ത്രീകൾ നിൽക്കുന്നൊരവസ്ഥ ഇസ്ലാമിൽ ഉണ്ടായില്ല. പ്രവാചകൻ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം തന്നെ കേരളത്തിൽ നോക്കിയേ, കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1072 സ്ത്രീകളാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കല്യാണം കഴിച്ചു. ബാക്കി 72 പേർ എന്ത് ചെയ്യും? ബാക്കി 72 പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരില്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പെൺകുട്ടികളുടെ വിവാഹപ്രായം 22ആയി, 24ആയി, 26ആയി, ഇപ്പോൾ 28. പരിഹാരമുണ്ടോ? ഇല്ല. അങ്ങനെ 28 വയസ്സിലെ കല്യാണമൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഒരു സ്മാർട്ടായ മുസ്ലിം പയ്യൻ വന്ന് ഐ ലവ് യു എന്ന് പറയുന്നത്. അവൾ അവനോട് പോകും. അതിന് ലവ് ജിഹാദ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? 1000 പുരുഷന്മാർക്ക് 1072 സ്ത്രീയാവും, ബാക്കി 72 സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കാൻ എന്തൊരു പ്രൊവിഷൻ വേണ്ടേ? പക്ഷേ ഇസ്ലാമിൽ എന്ത് പറ്റി? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് 4 സ്ത്രീകൾ വരെ ആവാം. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത മുസ്ലിങ്ങൾക്ക് 4 പേര് വിവാഹം കഴിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, ലൈംഗിക വീഴ്ച ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കാത്തവരും തനസ്സുകൊണ്ട് വിവാഹം കഴിക്കാത്ത പുരുഷന്മാരും മാറ്റി നിർത്തിയാലും കേരളത്തിലെ 1072 മുസ്ലിം പെൺകുട്ടികൾക്കും ഭർത്താക്കന്മാരെ കിട്ടി ഈ നിയമം കാരണം. ഇത് അത്ഭുതകരമായ ഒരു നിയമസംഹിതയാണ് ഇസ്ലാമിലെ എല്ലാ അതുകൊണ്ട് എന്ത് പറ്റി? കേരളത്തിൽ ഇപ്പോഴും മുസ്ലിം പെൺകുട്ടി വിവാഹപ്രായം 18ആയിരുന്നു. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു 21ആയി. എല്ലാ പെൺകുട്ടികൾക്കും ഭർത്താക്കന്മാരെ കിട്ടി. പ്രവാചകനിങ്ങനെ സ്ത്രീകളെ രക്ഷിച്ച സംഭവം പറഞ്ഞാലുണ്ടല്ലോ, എത്ര സമയം പറയാമെന്നറിയാം. ഞാൻ ഉദാഹരണത്തിന് 6 എണ്ണം പറഞ്ഞാണ്. ഇത് ശ്രദ്ധേയമായി സ്ത്രീ സംരക്ഷണം നടത്തിയ, വിമൻ ലിബറേഷൻ നടത്തിയ അത്ഭുതകരമായ ഒന്നായിരുന്നു പ്രവാചകൻ്റെ ജീവിതചര്യ എന്ന് പറയുന്നു. 6ാമതായി പ്രവാചകൻ ആരാധനാ സമ്പ്രദായത്തെ മാറ്റി. പ്രവാചകൻ ജനിച്ചു വളർന്ന സമൂഹത്തിൽ പണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആൺകുട്ടികളെ ബലി കൊടുക്കണം. വേദപുസ്തകത്തിൽ യഹൂദന്മാർ അബ്രാം എന്നും ക്രിസ്ത്യാനികൾ എബ്രഹാം എന്നും മുസ്ലിങ്ങൾ ഇബ്രാഹിം എന്നും വിളിക്കുന്ന പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന് തോന്നി, ദൈവം സന്തോഷിക്കണമെങ്കിൽ എൻ്റെ മോനെ അങ്ങ് ബലി കൊടുക്കണം. അങ്ങനെ മോനെ ബലി കൊടുക്കാൻ വേണ്ടി മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ഇസാഹാക്കിനെ കൊണ്ടുപോയിന്ന് വേദപുസ്തകം, ഇഷ്മായിലിനെ കൊണ്ടുപോയിന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ വെച്ച് ദൈവം ഇടപെട്ടു. മകനെ രക്ഷിച്ചിട്ട് പുറൊരു ആടിനെ കുരുകി കിടന്നു, അതിനെ ബലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്കൊക്കെ നല്ല മട്ടൻ കറി കിട്ടാനുള്ള പരിപാടി ഒപ്പിച്ച് ഈ ആടിനെ തന്നത് കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യനെ കൊന്നാൽ ഒരു ദൈവവും സന്തോഷിക്കില്ല. എന്നാൽ ഗ്രീക്കുകാരുടെയിലോ അവിടെ പെൺകുട്ടിയെ ബലി കൊടുത്തില്ല ദൈവം സന്തോഷിക്കുക, ആൺകുട്ടിയെ ദൈവം സന്തോഷിക്കില്ല. ഈലിയുടെ യുദ്ധം തുടങ്ങാൻ പോവാണ്. 1000 കപ്പലുകൾ സൈന്യം കയറി ഇരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ വന്നിട്ട് അഗാമനോട് രാജാവിനോട് പറഞ്ഞു, രാജാവെ, യുദ്ധം ജയിക്കണമെങ്കിൽ 12 വയസ്സിൽ താഴെ പെൺകുട്ടിയെ നിങ്ങൾ ബലി കൊടുക്കണം. രാജാവ് പ്രഖ്യാപിച്ചു, 12 വയസ്സിൽ താഴെ പെൺകുട്ടിയെ ആരെങ്കിലും ബലി കൊടുക്കാൻ തന്നാൽ 1000 സ്വർണ്ണ നാണയം തരുന്നതാണ്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് 5 കോടി രൂപ കിട്ടും. പക്ഷെ ഒരു പെറ്റമ്മയും മകളെ ബലി കൊടുക്കാൻ കൊടുത്തില്ല. യുദ്ധം ചെയ്യിക്കണ്ടേ, 1000 കപ്പൽ സൈന്യം കയറിയിരിക്കല്ലേ. രാജാവ് വൈകിട്ട് വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഇഫീജീനിയ, ഹൈഡ്രയ്ക്ക് 12 വയസ്സേ ഉള്ളൂ. അവൾക്കേതോ മുട്ടായി കൊടുത്ത് മുറ്റത്തോട്ട് ഇറക്കി പൊക്കിയെടുത്തിട്ടങ്ങ് പോയി ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് കഴുത്തറത്തങ്ങ് കൊന്നു. അഗമനൻ യുദ്ധത്തിന് പോയി, 10 യുദ്ധം ജയിച്ചു, തിരിച്ചു വന്നു. അന്ന് രാത്രിയിൽ ഭാര്യ ക്ലിറ്റൻനെസ്ട്ര ഒരു മഴു കരുതി വെച്ചിരുന്നു. ഉറങ്ങാൻ കിടന്ന അഗമനോട് കഴുത്തങ്ങ് വെട്ടി. നീ എൻ്റെ മോളെ കൊല്ലുവല്ലോടാ, നിന്നെ ശരിയാക്കും. ഒറ്റവെട്ടിന് അഗമനോൻ രാജാവിനെ ഭാര്യ ക്ലിറ്റൻനെസ്ട്ര കൊന്നു. അമേരിക്ക ചെന്നാൽ അവിടുത്തെ അസ്റ്റക്സ്, ഇങ്കാസ്, മായാസ് അവരുടെയൊക്കെ ബലിപീഠങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചുറ്റും കിട്ടുന്നത് 100-200 പെൺകുട്ടികളുടെ അസ്ഥിവഞ്ചരാണ്. കാരണം ദൈവം സന്തോഷിക്കണമെങ്കിൽ പെൺകുട്ടികളെ ബലി കൊടുക്കണം. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ആൺകുട്ടിയും ബലി കൊടുക്കണ്ട, പെൺകുട്ടിയും ബലി കൊടുക്കണ്ട, ഒരു നരബലിയും പാടില്ല. അതിനു മുമ്പ് അത് പറഞ്ഞത് ബുദ്ധഭഗവാനാണ്. ഇന്ത്യയിൽ ഒരു നരബലിയും വേണ്ട.
ഒരു നരബലിയും